ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ CSEB-യുടെ PYQ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മാത്സിലെ 1075/2025 എന്ന് പറയുന്ന ചോദ്യ പേപ്പറാണല്ലേ മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മൾ വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. വെൻ ഡ ഷിനോയ് മേക്ക് മാർക്സ് MRP on an article as ₹300. അപ്പോൾ നോക്കൂ, എന്ത് ചെയ്തു, ഒരാൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഷിനോയ് എന്ന് പറയുന്ന ആൾ 300 രൂപ ഒരു സാധനത്തിന് വില മാർക്കറ്റ് പ്രൈസ് MRP എന്ത് ചെയ്തു, 300 രൂപ പ്രൈസ് എന്ത് ചെയ്തു, മാർക്ക് ചെയ്ത് വെച്ചു. ആൻഡ് സെൽസ് ഇറ്റ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 10%. അതിൽ 300 രൂപ വില ഇട്ടതിന് ശേഷം അതിന് 10% ഡിസ്കൗണ്ട് കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി. എന്നിട്ടും നോക്കൂ, ഈവൻ ദെൻ ഹി ഗെറ്റ്സ് 25% പ്രോഫിറ്റ്. നോക്കൂ, 10% ഡിസ്കൗണ്ട് കൊടുത്തിട്ടും അദ്ദേഹത്തിന് 25% പ്രോഫിറ്റ് ഉണ്ട് എന്ന് ക്വസ്റ്റ്യൻ പറയുന്നു. വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ? ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസ് CP എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്കൗണ്ടിന്റെ കേസ് നമുക്കൊന്ന് സംസാരിക്കാം. ഓക്കെ, ഡിസ്കൗണ്ടിന്റെ കേസ് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ നോക്കൂ, 300 രൂപയുടെ പ്രോഡക്റ്റ് 300 രൂപയാണ് അവിടുത്തെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതിൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹം 10% ഡിസ്കൗണ്ട് കൊടുക്കാൻ പോവാണ്. ഓക്കെ, 10% ഡിസ്കൗണ്ട് കൊടുക്കാനായിട്ട് പോകുന്നു. അപ്പോൾ 10% എന്ത് കൊടുത്തു, ഡിസ്കൗണ്ട് കൊടുത്തു. 10% ഡിസ്കൗണ്ട് കൊടുത്തപ്പോഴത്തേക്ക് എത്ര രൂപ കുറയും? ഇതിന്റെ അതായത് 300 മാർക്കറ്റ് പ്രൈസിന്റെ 10% ആണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 rupees. 30 rupees കുറയും അല്ലെ? 30 rupees കുറഞ്ഞ് എന്താവും? 270 രൂപയാവും സാധനത്തിന്റെ വില. ഇപ്പോൾ എത്ര രൂപ കൊടുക്കുന്നു? 10, അതായത് 300 രൂപ വിലയുള്ള സാധനത്തിന് 10% ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 270 ആണ് ഇപ്പം നിലവിൽ നമ്മൾ വിറ്റിരിക്കുന്നത്. അത് സെല്ലിംഗ് പ്രൈസ് ആണ്, വിൽക്കുന്ന വിലയാണ്, നമ്മൾ വിറ്റിരിക്കുന്ന വിലയാണ്, നമ്മൾ സെല്ല് ചെയ്ത പ്രൈസ് ആണ്, സെല്ലിംഗ് പ്രൈസ് ആണ് എന്ന് പറയുന്നത് 270 എന്ന് പറയുന്നത്. ഓക്കെ, ഈവൻ ഹി ഗെറ്റ്സ് 25% പ്രോഫിറ്റ്. എന്നിട്ടും അദ്ദേഹത്തിന് എന്തുണ്ട്, 25% പ്രോഫിറ്റ് ഉണ്ട് എന്ന് ക്വസ്റ്റ്യൻ പറയുന്നു. എന്താണ് 25% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ? 25% പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ വിലയുള്ള സാധനം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, നമ്മളെപ്പോഴും പ്രോഫിറ്റ് പെർസെൻറ്റേജ് പറയും. 100 രൂപ വിലയുള്ള സാധനം 25% വിറ്റു എന്ന് പറഞ്ഞാൽ 125 അല്ലേ? ഇത് കോസ്റ്റ് പ്രൈസ്, ഇത് സെല്ലിംഗ് പ്രൈസ് അല്ലേ? 125. ഇനി നോക്കാം, ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ചെയ്യാം. എത്രയാണ്? 25 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 5 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. CP എന്ന് പറയുന്നത് 4 ആണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് CP എത്രയെന്നറിയാം? 4, 4ഉം 5ഉം ആണ്. ഇനി നോക്കിക്കേ, നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ തന്നിരിക്കുന്ന 5 നമുക്ക് തന്നിരിക്കുന്നു. 5 ആണ് ഏതെന്ന് പറയുന്നത്? 270 എന്ന് പറയുന്നത്. നമ്മൾ 4 യൂണിറ്റ് എത്രയാണ് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 4 × 270/5 ആണ്. 270/5 ഇത് ക്യാൻസൽ ആകുമ്പോൾ 5 എന്ന് കിട്ടും. ബാക്കിയുള്ളത് എന്തിനും 4. 54 × 4 50 × 4 200. 4 × 4 16. 216. ഓപ്ഷൻ ഏതാണ്? 216. ഓപ്ഷൻ D ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. നമുക്കിതിന്റെ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു. ഇക്വേഷനോ ഫോർമുലയോ ഒക്കെ പഠിച്ചു വെച്ചിരിക്കുന്നവർക്കൊന്നും ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഇതിന്റെ കോൺസെപ്റ്റ് വെച്ച് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുപോലെ ഇതിന്റെ കോൺസെപ്റ്റ് വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടോ, നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ആൻസർ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്തു പോകാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നോക്കൂ, ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് നമ്പർ ഇൻ ദ ഡയഗ്രാം. നമുക്ക് തന്നിരിക്കുന്ന ഡയഗ്രാമിലെ മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു കേട്ടോ, മിസ്സിംഗ് നമ്പറിന്റെ ഡയഗ്രാം. ഇപ്പോൾ നോക്കൂ, ഇവിടെ 3 5 ആണ്. 3 എന്ന് പറയുന്നത് 3ന്റെ ഇരട്ടി എടുത്തതിന് ശേഷം 1 കുറച്ച് കഴിഞ്ഞാൽ 5 വരത്തില്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, ആ ഒരു റിലേഷൻ നോക്കാം. 5ന്റെ ഇരട്ടി എടുത്തിട്ട് 1 കുറച്ച് ചെയ്യുമ്പോൾ 9 വരുള്ളൂ അല്ലല്ലോ. 5ന്റെ ഇരട്ടി എടുത്തിട്ട് 1 കൂട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കില്ലേ? യെസ്. അപ്പോൾ ഇവിടെ ശരിക്കും ഇരട്ടി എടുത്തതിന് ശേഷം 1 ആദ്യത്തത് 1 കുറച്ചു, പിന്നെ അത് കഴിഞ്ഞ് 1 കൂട്ടി, വീണ്ടും 1 കുറച്ചു. ആ രീതിയിലാണ് പോകുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് ശരിക്കുള്ള മെത്തേഡ്? എന്തുവാ? 3 × 2
എന്ന് പറയുന്ന 6, 6ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 5 എന്ന ആൻസർ വരും. ഓക്കെ, ഇനി വീണ്ടും 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 10 ആണ്. 10ൽ നിന്ന് 1 കുറച്ചു, നമുക്ക് 9 എന്ന് എഴുതി. അടുത്തത് 9നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 9 അല്ല, അടുത്തത് എത്രയാണ്? 10നോട് 1 കൂട്ടുക. ആദ്യം 1 കുറച്ചു, അത് കഴിഞ്ഞ് 1 കൂട്ടി, എത്ര? 11. ഇനി അടുത്തത് 11 ആണ്. 11നെ എത്ര? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 22 ആണ്. 22ൽ നിന്ന് 1 കുറച്ചു, നമുക്ക് എത്ര കിട്ടി? 21 എന്ന് കിട്ടും അല്ലേ. വീണ്ടും 21നെ, അപ്പം ആ പാറ്റേൺ നമുക്ക് മനസ്സിലായി അല്ലേ. 21നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 42 ആണ്. അതിനോട് 1 കൂട്ടി, നമുക്ക് ഉത്തരം 43 എന്ന് മനസ്സിലായി. 43 എന്ന് മനസ്സിലായി. ഇനി നോക്കിക്കേ, 43 × 2. 43നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, നമുക്ക് എന്ത് കിട്ടി? 86 ആണ് വരുന്നത്. അതിൽ നിന്ന് 1 കുറച്ചു, 85. ഇനി 85 ഇവിടെ ഉണ്ടല്ലേ. 85 ഉണ്ട്. 85നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 160, 170 ആണ്. അതിനോട് 1 കൂട്ടി 171 എന്ന് വന്നു അല്ലേ. ഇനി നമുക്ക് 171നോട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം നമുക്ക് എത്ര കിട്ടുന്നു? 340, 342 ആണ്. 342, 17, 17, 34, 34, 342 അല്ലേ. 342, 342നോട് എന്ത് ചെയ്യണം? 1 മൈനസ് ചെയ്യണം. 1 മൈനസ് ചെയ്യണം. 341 എന്നൊരു ആൻസർ വരും. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് വൺ. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 341 തന്നെയാണ് അവിടുത്തെ ആൻസർ. നമുക്ക് ഫോർ ദ ലാസ്റ്റ് 6 innings, Srikanth scored at an average of 45 runs. If he had to attain the average of 50 in the 17th inning, average 50 in the 17th inning, how many runs has to score in that inning എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ സംഭവം? ബാറ്റിംഗ് ആവറേജിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് 16 ഇന്നിങ്സിൽ അദ്ദേഹത്തിൻ്റെ ആവറേജ് 45 റൺസ് ആയിരുന്നു എന്ന് നമുക്കടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹത്തിന് 17ാമത്തെ മാച്ച് കളിക്കുമ്പോൾ 50 ആവണം. ആവറേജ് എന്തായിട്ട് മാറണം? 50 ആയിട്ട് മാറണം. അപ്പോൾ ആവറേജ് 50 ആയിട്ട് മാറണമെങ്കിൽ നമുക്ക് വേണ്ടിയത് എന്താണ്? ആ 17ാമത്തെ മാച്ചിൽ എത്ര റൺസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആവറേജ് 50 ആകും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കൂ, ഒന്നുകൂടി പറയാം. 16 ഇന്നിങ്സ് ഉണ്ട്. 16 ഇന്നിങ്സിൽ നമുക്ക് 45 റൺസുകളാണ് ഇപ്പം നിലവിലുള്ളത്. ആവറേജ് എന്താണ്? 45 റൺസ്. 17ാമത്തെ പിന്നെ ഇതിൽ എത്ര റൺസ് എടുത്തു കഴിഞ്ഞാൽ ആവറേജ് 50 ആകും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ആദ്യം നമുക്ക് ഇതിൻ്റെ കൺവെൻഷണൽ മെത്തേഡ്, രണ്ടാമത് ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട്. ഓക്കെ, രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് ചെയ്തു പോവാം. ഇപ്പോൾ 16 ഇൻറ്റു എത്രയാണ്? 45 ആണ്. 16 ഇൻറ്റു 45 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ 16 മാച്ചിൽ അദ്ദേഹത്തിൻ്റെ മൊത്തം റൺസ് നമുക്ക് കിട്ടും അല്ലേ. 16 ഇൻറ്റു 45 നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, ഇനി അതിനുശേഷം അടുത്തത് നമുക്ക് എന്താണ് വേണ്ടത്? ഇനി അങ്ങനെ 17ാമത്തെ മാച്ചിൽ എന്ത് ചെയ്യണം? ആവറേജ് 50 ആണ്. അപ്പം ഇത് 17 ഇൻറ്റു 50 നമ്മൾ ചെയ്യണം. ഇനി ഈ കിട്ടുന്ന ഉത്തരങ്ങളുടെ ഡിഫറൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഇപ്പോൾ 16 ഇൻറ്റു 45 നമുക്ക് നോക്കാം. 45 ഇൻറ്റു 16 ചെയ്ത് നോക്കാം. എത്ര കിട്ടും? 6 5 30, 3 6 4 24, 24 3 27, 1 5 5, 1 4 4 അല്ലേ. 0 7 5 12, ശിഷ്ടവും 4 6 720. ഇനി അടുത്തത് 17ൻ്റെ നോക്കാം. എത്രയാണ്? 50 ഇൻറ്റു 17. 50 ഇൻറ്റു 17 നമ്മൾ എന്ത് ചെയ്താൽ മതി? 17 ഇൻറ്റു 5 ചെയ്താൽ മതി അല്ലേ. 7 5 35, 5 ശിഷ്ടം 3, 1 5 5 3 8, 850. ഇനി ഇവരുടെ ഡിഫറൻസ് എടുക്കുക. 850ഉം ഈ കാണുന്ന 850ഉം 720 തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എടുക്കുമ്പോൾ 130 എന്ന് വരും. 130 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. രണ്ട് നല്ല മൾട്ടിപ്ലിക്കേഷൻസ് ആണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ഇത് വലിയ നമ്പർ ആണെങ്കിൽ വീണ്ടും വലിയ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. എന്നാൽ ഇതിനൊരു ഷോർട്ട് കട്ട് നമ്മൾ പറയുന്നുവെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ് നമ്മളിതിന് നോക്കുന്നത് എങ്കിൽ നോക്കിക്കേ. 16 ഇന്നിങ്സിൽ നോക്കിക്കണം. 16 ഇന്നിങ്സിൽ ആവറേജ് 45 ആയിരുന്നു. 17 ഇന്നിങ്സിൽ 17ാമത്തെ ഇന്നിങ്സിൽ അല്ലെങ്കിൽ 17 ഇന്നിങ്സിൽ ആവറേജ് എന്താവണം? 50 ആയിട്ട് മാറണം എങ്കിൽ ലാസ്റ്റ് മാച്ചിൽ എത്ര സ്കോർ ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഒന്ന് കൂടുകയാണ് ചെയ്തത്. ഒന്ന് കൂടി. ഓക്കെ,
1 കൂടി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ 5 കൂടി എന്നുള്ളത് മനസ്സിലായി. 5 കൂടി. ഓക്കെ, ഇത് നമ്മൾ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്, വേറെ ഒന്നുമില്ല. ഇതെല്ലാം ചോദ്യത്തിൽ നിന്ന് എഴുതിയതാണ്. 16:45 17 50 ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ 5 കൂടി, ഇവിടെ നോക്കുമ്പോൾ 1 കൂടി. ഇതിൻ്റെ ആൻസർ ഇത്രയേ ഉള്ളൂ, നോക്കിയിരുന്നോണം. ഈ 5 ഇൻറ്റു ഇതിനുള്ള ആൻസർ 5 × 16 1 × 50 നമ്മൾ ചെയ്താൽ മതി. ചെയ്യുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. 5 × 16 ചെയ്യുമ്പോൾ ഇടും 5 × 16 + 1 × 50. ഇത്രയേ ഉള്ളൂ, നമ്മളെ കാൽക്കുലേഷൻ ഇത്രയേ ഉള്ളൂ. 50 30 എത്രയാണ്? 5 × 16 5 × 16 ചെയ്യുമ്പോൾ 50 80 80 50 എത്ര? 130 എന്ന് ആൻസർ കിട്ടും. ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയാം. കണ്ടോ, ഒറ്റ കാൽക്കുലേഷനിൽ എന്ത് ചെയ്തു, നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. അതായത് പുതുതായിട്ട് ആഡ് ചെയ്യുന്ന കേസാണെങ്കിലും റിമൂവൽ ആണെങ്കിലും അഡീഷൻ ഓഫ് ഒബ്സർവേഷൻ ആണെങ്കിലും റിമൂവൽ ഓഫ് ഒബ്സർവേഷൻ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കിട്ടിയതാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ജസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രമാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ഔട്ട് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീരീസ്. നമുക്ക് തന്നിരിക്കുന്ന സീരീസിലെ അടുത്ത നമ്പർ എന്താണെന്നുള്ളത് ഈ നമ്പറുകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ദീസ് ആർ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഇതെല്ലാം എന്ത് തന്നെയാണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്, പൂർണ്ണവർഗ്ഗങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലായി. ആദ്യം 6ന്റെ സ്ക്വയർ ആണ് എഴുതിയിരിക്കുന്നത്. 6ന്റെ സ്ക്വയർ ആണ് ഫസ്റ്റ് ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് 6ന്റെ സ്ക്വയർ, അത് കഴിഞ്ഞ് 9ന്റെ സ്ക്വയർ, അത് കഴിഞ്ഞ് 12ന്റെ സ്ക്വയർ, അത് കഴിഞ്ഞ് 15ന്റെ സ്ക്വയർ. എന്താ സംഭവിച്ചേക്കണേ? 3 കൂടി 3 കൂടി 3 കൂടി. അപ്പോൾ അടുത്തത് 3 കൂടും. അപ്പോൾ അടുത്ത് എന്ത് എഴുതണം? 18ന്റെ സ്ക്വയർ എടുക്കണം. 18ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 324 ആണ്, 324 ആണ്. ഇവിടെ റൈറ്റ് ആൻസർ ഉണ്ട് 324. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് വൺ കേട്ടോ. 18ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 324 ആണ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് വേറൊരു കാര്യം കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. നമ്മൾ 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ പെർഫെക്റ്റ് സ്ക്വയറും 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ക്യൂബുകളും നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. നമുക്ക് മനഃപ്പാടമായിരിക്കണം. നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതിൻ്റെ സ്ക്വയർ നമ്മുടെ ഇത് ചോദിച്ചാലും 30 വരെയുള്ള സംഖ്യയുടെ ഏത് സംഖ്യയുടെ സ്ക്വയർ ചോദിച്ചാലും വളരെ വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് പറയാൻ പറ്റണം. ആ രീതിയിലായിരിക്കണം നിങ്ങൾ അത് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് 324 ഏതിൻ്റെ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉടനടി നമുക്ക് എന്ത് പറയാൻ പറ്റണം? 18 എന്ന് പറയാൻ പറ്റണം. ഓക്കെ, ആ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സെറ്റ് ചെയ്ത് പോവേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ എയ്സ് റാങ്ക് ഈസ് 7th ഇൻ എ ക്ലാസ്. റാങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റാങ്ക് വരയ്ക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് മൊത്തം റാങ്കിങ് എന്ന് വിചാരിച്ചോളൂ. ഇതാണ് ഇതിൻ്റെ തുടക്കം, ഇതിൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെയാണ്, എൻഡ് ഇവിടെയാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി എന്താണ് 7th ഫ്രം എയ്സ് റാങ്ക് ഈസ് 7th ഇൻ എ ക്ലാസ്. അപ്പോൾ 7ാമത്തെ റാങ്കാണ്. അപ്പോൾ 7ാമത്തെ റാങ്ക്. അപ്പോൾ 7th പൊസിഷനിൽ എ നിൽക്കുന്നു എന്ന് മനസ്സിലായി. 7th പൊസിഷനിൽ എ നിൽക്കുന്നു എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലായി. ബീസ് റാങ്ക് ഈസ് 6th ഫ്രം ബാക്ക്. യെസ്, ബാക്കിൽ നിന്ന് 6ാമത്തെ പൊസിഷൻ. ഇപ്പോൾ നോക്കൂ, 6th പൊസിഷനിൽ എവിടെ നിന്നാണ്? ബാക്കിൽ നിന്ന് 6th പൊസിഷനാണ്. അതുകൊണ്ട് പോയിന്റ് ശ്രദ്ധിക്കണം, 6th പൊസിഷനാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഏത്? 6th പൊസിഷനിലാണ് ആര് നിൽക്കുന്നത്? ബി നിൽക്കുന്നത് എന്ന് ക്വസ്റ്റ്യൻ പറയുന്നു. ഇതുവരെയുള്ള കാര്യങ്ങൾ ഓക്കെയാണ്. ഇനി സീസ് പൊസിഷൻസ് ഈസ് 4th ആഫ്റ്റർ എ. ഇവിടെ എ കഴിഞ്ഞ് 4ാമത്തെ പൊസിഷനിലാണ് ആര് നിൽക്കുന്നത്? നമ്മുടെ സി നിൽക്കുന്നത് എന്ന് ക്വസ്റ്റ്യൻ പറയുന്നു. അപ്പം നമ്മുടെ സി എവിടെയാണ് നിൽക്കുന്നത്? എ നിൽക്കുന്നത് കഴിഞ്ഞ് 4ാമത്തെ പൊസിഷൻ. അപ്പോൾ നോക്കൂ, 1 2 3 4ാമത്തെ പൊസിഷൻ, 4th പൊസിഷൻ. എ കഴിഞ്ഞതിന് ശേഷമാണ് 4th പൊസിഷൻ ആര് നിൽക്കുന്നു? സി നിൽക്കുന്നു എന്ന് ക്വസ്റ്റ്യൻ പറയുന്നു. ഇനി നോക്കൂ, എ ആൻഡ് ബിറ്റ്വീൻ എ ആൻഡ് ബി, എൻ്റെയും ബിൻ്റെയും ഈ നടുവിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത് എന്നുള്ളതും ആലോചിക്കണം. അപ്പോൾ ഇവിടെ എത്ര പേരുണ്ട്? 1 2 3. അപ്പോൾ നോക്കൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴും 4th പൊസിഷൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴും 4th പൊസിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നിലവിലെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നോക്കൂ, ഒന്നുകൂടെ ചോദ്യം പറയാം. എ എന്ന് പറയുന്ന ആൾ എവിടെ നിൽക്കുന്നു? തുടക്കത്തിൽ നിന്ന് 7ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നു. ഇ എന്ന് പറയുന്ന ആൾ അവസാനത്തിൽ നിന്ന് എത്രാമത്തെ പൊസിഷനിൽ നിൽക്കുന്നു? 6th പൊസിഷനിൽ നിൽക്കുന്നു എന്ന് മനസ്സിലായി. ഇനി
സി എവിടെയാണ് നിൽക്കുന്നത്? എക്കും ബിക്കും നടുവിലായിട്ട് ഇവരുടെ എങ്ങനെയാണ് ഇവരുടെ നാലാമത്തെ പൊസിഷൻ, എ കഴിഞ്ഞ് നാലാമത്തെ പൊസിഷൻ, ബി ഇങ്ങോട്ട് നോക്കുമ്പോഴും നാലാമത്തെ പൊസിഷനിലാണ് ആര് നിൽക്കുന്നത്? സി നിൽക്കുന്നത് എന്ന് മനസ്സിലായി. ഇനി എന്താണ് നമ്മുടെ ചോദ്യം നോക്കിക്കേ. ദെൻ ഹൗ മെനി ചിൽഡ്രൻസ് ആർ ദെയർ ഇൻ ദ ക്ലാസ്? ഈ ക്ലാസ്സിൽ മൊത്തം എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ നമുക്ക് എ വരെ നമുക്ക് 7 കുട്ടികളുണ്ടെന്ന് മനസ്സിലായി. ഇനി ഇതാ ഇവിടെ ഒരു 3 കുട്ടികളാ, ഇവിടെ ഒരു 3 കുട്ടികള്, സി എന്ന് പറയുന്നത് ഒരാളാണ്, ബിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് എത്ര പേരുണ്ട്? 6 പേരുണ്ട്. അപ്പൊ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 6 3 9, 9 10, 10 3 13, 13 7 20 ആണ് വരുന്നത്. ഓപ്ഷൻ ഏതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ. ഫൈൻഡ് ഔട്ട് ദ റോങ് നമ്പർ ഇൻ ദ ഗിവൺ സീരീസ്. നമുക്ക് തന്നിരിക്കുന്ന സീരീസിലെ റോങ് നമ്പർ ഏത് എന്നുള്ളതാണ് അറിയേണ്ടത്. നമുക്ക് നോക്കാം, ജസ്റ്റ് നമുക്ക് നോക്കാം. ഇപ്പം 330ഉം 280 നമുക്ക് നോക്കാം. ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് -50, അതായത് 50 കുറച്ചിരിക്കുന്നു. ഇനി അടുത്തത് 80ഉം 20ഉം നമ്മുടെ ഡിഫറൻസ് നോക്കുമ്പോൾ ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. CCB ആദ്യമായിട്ടാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് എന്ത് ചോദിച്ചിട്ടില്ല? ഈ മോഡൽ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചില്ല. ഓൾട്ടർനേറ്റ് സീരീസ് പലതും ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഓൾട്ടർനേറ്റ് സീരീസിൽ ഇങ്ങനൊരു റിലേഷൻ ആദ്യമായിട്ടാണ് CSEB ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിനു മുമ്പ് ഇങ്ങനൊരു റിലേഷനുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടില്ല? CSEB ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നോക്കും, 80 120, അപ്പം എന്ത് ചെയ്തു? 40 കുറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് 280ഉം 250 നോക്കുമ്പോൾ 30 കുറഞ്ഞു. അപ്പം ഇത് ആക്ച്വലി ഒരു പാറ്റേൺ തന്നെയാണ്. 50 കുറഞ്ഞു, 40 കുറഞ്ഞു, 30 കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്തത് കുറയേണ്ടിയത് 20 ആണ് കുറയേണ്ടിയത്. 20 ആണ് കുറയേണ്ടിയത്. പക്ഷേ ഇവിടെ 20 ആണോ കുറഞ്ഞിരിക്കണേ? അല്ല. അപ്പൊ ഇവിടെ 130 അല്ല വരേണ്ടിയത്. ഇവിടെ വരേണ്ടിയത് 130 അല്ല എന്നുള്ള കാര്യം ഓർക്കണം. അപ്പൊ നോക്കൂ, ആദ്യം ഇവിടുന്ന് ഇങ്ങനെ കണക്ട് ചെയ്തു, ഇങ്ങനെ കണക്ട് ചെയ്തു, ഇതിങ്ങനെ കണക്ട് ചെയ്തു, അടുത്തത് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കൂ, അടുത്ത് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര കുറഞ്ഞിരിക്കുന്നു? 10 ആണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ 20 കുറഞ്ഞ് ആക്ച്വലി ഇവിടെ എത്ര വരണമായിരുന്നു? 100 വരണമായിരുന്നു. പക്ഷേ അവിടെ വന്നിരിക്കുന്നത് 130. അപ്പൊ 130 ആണ് അവിടെ റോങ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ എന്ത് ചെയ്തത്? റൈറ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റോങ് വൺ. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഇൻ എ കോഡ് ലാംഗ്വേജ് ബോംബെ 52 എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡൽഹി എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്ത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? ബോംബെ എന്ന് കാണുമ്പോൾ തന്നെ 52 ആണല്ലേ. ഇവിടെ പൊസിഷൻസ് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അത് തന്നെ, അതിൻ്റെ സം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ ലെറ്റർ ആണ്. അപ്പോൾ ഓ എത്രയായിരിക്കും? LMNO, എൻ കഴിഞ്ഞിട്ടല്ലേ. N 14 ആണ്, 15 ആയിരിക്കും. 15. എം എന്ന് പറയുന്നത് 13ാമത്തെ ലെറ്റർ ആണ്. ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ ലെറ്റർ ആണ്. എ എന്ന് പറയുന്നത് 1ാമത്തെ ലെറ്റർ ആണ്. വൈ എന്ന് പറയുന്നത് 25ാമത്തെ ലെറ്റർ ആണ്. നമ്മളെ ടേബിൾ അറിയാമല്ലോ. ടേബിൾ നോക്കിയിട്ട് നിങ്ങൾ ചെയ്താലും മതി കേട്ടോ. 25 26, 25 26 നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 25 26, 26 28, 28 10 38 3 41, 41 10 51, 51 5 56, 56 2 എത്രയാണ്? 58 ആണ് വന്നത്. പക്ഷേ ഇവിടെ കിടക്കുന്ന സംഖ്യ 52 അല്ലേ. അപ്പം അതെന്തായിരിക്കും സംഭവം? നോക്കാം, ഒന്നുകൂടെ നോക്കാം. 1 2 3 4 5 6 അവിടെ 6 എണ്ണം ഉള്ളത് കൊണ്ട് 6 എണ്ണം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം. 6 ഞാൻ മൈനസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടി 52 എന്ന് കിട്ടി. സെയിം മോഡൽ ക്വസ്റ്റ്യൻ, എനിക്ക് തോന്നുന്നു ടേബിൾ അങ്ങനെ എന്തോ വരുന്നൊരു ക്വസ്റ്റ്യൻ, സെയിം മോഡൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? CSEB റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ എന്ത് സംഭവിക്കാം? ഈ പറയുന്ന ഇവിടെ എന്താണ്? ഇവിടെയുള്ള ആൽഫബറ്റ്സിന്റെ എണ്ണം മൈനസ് ചെയ്തിരിക്കുകയാണ് 52 വന്നിരിക്കുന്നത്. ചില സമയത്ത് എന്ത് ചോദിക്കാം? ഈ ആൽഫബറ്റ്സ് കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്തും ചോദിക്കാം. അങ്ങനെയും CSEB ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എന്ത് ചെയ്യാം? ഡിജിറ്റ്സ് ആൽഫബറ്റ്സിന്റെ പൊസിഷന്റെ സം എടുത്തതിന് ശേഷം ആ സമ്മിനെ നമ്പർ ഓഫ് ലെറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ തരാം. ഇവിടെ തന്നിരിക്കുന്നത് സബ്ട്രാക്ഷൻ ചെയ്താണ് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയും ചോദിക്കാം എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് ഡൽഹി നമുക്ക് നോക്കാം. ഡൽഹി ABCD 4 ആണ്. ഇ എന്ന് പറയുന്നത് 5 ആണ്. ഇ എന്ന് പറയുന്നത് 5ാമതാണ്. LMNO LMN എം എന്ന് പറയുന്നത് 13 ആണ്. 13 ആണ് എങ്കിൽ N എന്ന് പറയുന്നത് LM എന്ന് പറയുന്നത് 12 ആണ്. ഇനി H നോക്കാം. ABCDEFGH എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ I എന്ന് പറയുന്നത് 9 ആണ്. നോക്കാം,
9 8 17, 17 10 27, 29, 29 5 34, 38, 38 ആണ്. അതിൽ നിന്ന് എത്ര ലെറ്റർ? 1 2 3 4 5, 5 മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് പറയണം? 33 എന്ന് പറയണം. 33 ഓപ്ഷനിലുണ്ടല്ലോ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ പൊസിഷൻസ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ പോലും പൊസിഷൻസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്, ആ എത്ര ആൽഫബറ്റ്സ് ഉണ്ടോ ആൽഫബറ്റ്സിൻ്റെ കൗണ്ട് എണ്ണം നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത നോക്കിക്കേ, ഹൗ മെനി ടൈംസ് വൺ ഫോളോഡ് ബൈ ആൻ ഓഡ് നമ്പർ ഇൻ ദ ഗിവൺ സീക്വൻസ്. അപ്പോൾ നമ്മൾ നോക്കാം, അതായത് 1 കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കണം? ഒരു ഓഡ് നമ്പർ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ 1 കൺസിഡർ ചെയ്യാതെ പോകരുത്. 1 കഴിഞ്ഞാൽ അടുത്തത് 1 നിൽക്കുന്നതെങ്കിൽ പോലും അത് ഓഡ് നമ്പറാണ്. 1 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. അപ്പോൾ അതാ ഒരു നമ്പർ ഉണ്ട്, അടുത്ത 1 എടുക്കാൻ പറ്റില്ല. കാര്യം വെച്ചാൽ അടുത്തത് ഈവൻ നമ്പറാണ്. ഇത് കഴിഞ്ഞിട്ടും ഈവൻ നമ്പറാണ്, നോക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞിട്ട് ഇതും എടുക്കാൻ പറ്റും, ഇതും എടുക്കാൻ പറ്റും. അപ്പോൾ 1 2 3 3 ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ കേട്ടോ. വേറെ ഒരു നമ്പർ ഇതിനകത്ത് എടുക്കാൻ പറ്റത്തില്ല. ഓപ്ഷൻ സി ആണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്. അടുത്ത ദിവസം നോക്കിയേ, A, B and C take 3, 4 and 6 minutes respectively to run once around a ground. If they run from a certain place at 5:30 a.m. then when will they come together? അവരിനി എപ്പോഴാണ് ഒരുമിച്ച് വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എന്താണ്? ഒരു റൗണ്ട് ഗ്രൗണ്ടിലാണ്, അതായത് ഇങ്ങനെ സർക്കിൾ ഷേപ്പിലുള്ള ഒരു ഗ്രൗണ്ടിൽ ഇവർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ 3 എല്ലാവരും കൂടെ എന്ത് ചെയ്തു? 5:40 അല്ലേ? 5:40 അല്ല 5:30 AM ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ എയും ബിയും സിയും കൂടെ ഒരേ പൊസിഷനിൽ എയും ബിയും സിയും കൂടെ ഇങ്ങനെ ഓടാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ എ ആണെങ്കിൽ 3, അതുപോലെ ബി ആണെങ്കിൽ 4, അത് സി ആണെങ്കിൽ 6 ടൈം എന്താണ് ഇതുകൊണ്ടാണ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ എപ്പോൾ ഇവർ ഇനി ഒരുമിച്ച് വരും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൻ്റെ LCM എടുക്കാം. 3 4 6 LCM എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 6ന്റെ ഡബിൾ അല്ലേ? 12 തന്നെയാണ്. 12 തന്നെയാണ് ഇവിടുത്തെ എന്താണ് 12 തന്നെയാണ് ഇവിടുത്തെ LCM എടുക്കാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടേ. 12 ആണ് LCM. ഇതെല്ലാം മിനിറ്റിലായതുകൊണ്ട് ഇനി 12 മിനിറ്റ് കഴിയുമ്പോൾ ഇവർ ഒന്നിക്കും. 12 മിനിറ്റ് കഴിയുമ്പോൾ ഇവർ ഒന്നിച്ച് വരും എന്നുള്ളതാണ്. 12 മിനിറ്റ് കഴിയുമ്പോൾ ഇവർ ഒന്നിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ 5:30 ഒരുമിച്ച് ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ 12 മിനിറ്റ് ആഡ് ചെയ്യുന്നു. 5:42 AM എന്ന് കിട്ടും. 5:42 AM അവർ ഒരുമിച്ച് വരും. 5:42 AM. യെസ്, ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ആൻസർ ഇങ്ങനെ ചെയ്ത് പോകാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ എ റെസിഡൻഷ്യൽ അസോസിയേഷൻ 68% member men are men and 32% are women. The average age of men is 25 while that of women is 50. In such case, what is the average age of all members of the association? പെർസെൻറ്റേജ് വരുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പെർസെൻറ്റേജ് വരാവുന്ന മനോഹരമായിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് നമുക്ക് വെയ്റ്റഡ് ആവറേജ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡീവിയേഷൻ മെത്തേഡിൽ വേണമെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ കൺവെൻഷണൽ മെത്തേഡിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ 68% ഇവിടെ പെർസെൻറ്റേജിൽ നമുക്ക് തന്നാലും നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇവിടെ 68 മെമ്പേഴ്സ്, 68 മെമ്പേഴ്സ് എന്താണ്? 68 ആൾക്കാരാണ് അവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കാം. ഇവിടെ 32 ആൾക്കാരാണ് എന്തുള്ളത്? വുമൺ എന്ന് മനസ്സിലാക്കാം. ആ പെർസെൻറ്റേജിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? N ആയിട്ട് കൺസിഡർ ചെയ്ത് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ 68 ആണ്, 68 മെമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, 68 പേര് എന്താണ്? അവരുടെ ആവറേജ് 25 ആണ്. 68 പേരുടെ ആവറേജ് എന്താണ്? 25 ആണ്. ഞാൻ എഴുതി വെച്ചു. ഇനി അടുത്തത് 32 പേരുടെ ആവറേജ് എന്ന് പറയുന്നത് 50 ആണ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? 60. ഞാൻ ഡയറക്റ്റ് മെത്തേഡ് മൊത്തം ചെയ്യത്തില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളെ കാൽക്കുലേഷനൊക്കെ നിങ്ങൾ തന്നെ ചെയ്തോണം. 68 × 25 ചെയ്യുമ്പോൾ അവരുടെ സം കിട്ടും. 32 × 50 നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ സം കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന വാല്യൂ എടുക്കുക, ഡിവൈഡഡ് ബൈ 62, 32 എത്ര ഇടും? 100 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. ഇതാണ് ഒരു മെത്തേഡ്.
ഒരു മെത്തേഡ് ഇതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് വെയ്റ്റഡ് ആവറേജിൻ്റെ മെത്തേഡ് എടുക്കാം. ഓക്കെ, ഇപ്പോൾ 68 പേര്, 68 68 മെമ്പേഴ്സാണ്, 68 പേരാണ്. അത് വേറൊരു കളറിൽ ചെയ്യാം. ഓക്കെ, 68 പേര്, 68 പേരുടെ ആവറേജ് നമുക്ക് 25 എന്ന് തന്നിരിക്കുന്നു. 25 എന്നാണ് തന്നിരിക്കുന്നത്. ഇനി 32 പേരുടെ ആവറേജ് 32, 32 ആൾക്കാരുണ്ട്. 32 ആൾക്കാരുടെ ആവറേജ് എന്ന് പറയുന്നത് നമുക്ക് എത്രയെന്ന് തന്നിട്ടുണ്ട്? 50 എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ശരി, നമുക്ക് ആദ്യം ഈ നമ്പർ വേണമെങ്കിൽ നമുക്കങ്ങ് വെട്ടിച്ചെറുതാക്കാം. നമ്പർ വെട്ടിച്ചെറുതാക്കുകയാണെങ്കിൽ, മാക്സിമം ചെറുതാക്കുകയാണെങ്കിൽ എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യാം? 4 കൊണ്ട് ക്യാൻസൽ ചെയ്യും. 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ എടുത്തിട്ടും 8 ടൈംസ്. ഇവിടെ 4 കൊണ്ട് ക്യാൻസൽ ചെയ്തിട്ടും ഒരു വട്ടം, ബാക്കി 28, 7, 17 എന്ന് കിട്ടും. 17ഉം 8ഉം ആക്കി. ഇനി നമ്മൾ വെയ്റ്റഡ് ആവറേജ് എടുക്കുന്നു. എങ്ങനെയാണ് വെയ്റ്റഡ് ആവറേജ് എടുക്കുന്നത്? 17 × 25 പ്ലസ് 8 × 50 ബൈ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു 25. ഇത് സിംപ്ലിഫൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. ഇപ്പോൾ എത്ര കിട്ടും? ഇത് രണ്ടും കൂടെ നമുക്ക് ചെയ്യുമ്പോൾ എന്ത്? ഇത് 8 × 40 400. ഇത് 17 ആകുമ്പോഴത്തേക്ക് 25 50 ആകുമ്പോഴത്തേക്ക് 50 16 400 425 425 പ്ലസ് 400 ബൈ 25. അപ്പം 825 ബൈ 25. 8 4 32 33 33 നോക്കട്ടെ, 25 അല്ലേ? 25 4 വട്ടം ആകുമ്പോഴത്തേക്ക് 8 4 32 33 33 ആണ് ആൻസറായിട്ട് വരേണ്ടത്. 33 ആൻസറായിട്ട് വരേണ്ടത് 33 ആണ്. 33 33 ആണ് ഇവിടുത്തെ ആൻസറായിട്ട് വരേണ്ടത്. 33. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ, ഒരു മെത്തേഡും കൂടി ഞാൻ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇറ്റ്സ് ഡീവിയേഷൻ മെത്തേഡ്. ഓക്കെടാ, ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്, നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വെയ്റ്റഡ് ആവറേജിൻ്റെ മെത്തേഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത് എന്താണ്? നമ്മുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള വേറൊരു ഡീവിയേഷൻ മെത്തേഡാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തതിൻ്റെ വയ്ക്കുക കേട്ടോ. 17 എണ്ണത്തിൻ്റെ ആവറേജ് 25. ആവറേജ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യരുത്, നമ്പർ മാത്രമേ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാവൂ. 8 എണ്ണത്തിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 8 എണ്ണത്തിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ, നമ്മൾ ഇതിനിടയ്ക്കുള്ള ഒരു ഏതെങ്കിലും ഒരു വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുക. എന്താണെന്ന് അസ്യൂം ചെയ്യുക? നമ്മൾ എന്താണ്? നമ്മുടെ ആവറേജ് ആണെന്ന് അസ്യൂം ചെയ്യുക. ആവറേജ് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യാൻ പോകുന്നു. 30 ആണ് ഞാൻ അസ്യൂം ചെയ്തത്, പ്ലസ് ഇട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡീവിയേഷൻസ് എഴുതാൻ പോകുന്നു. ആദ്യത്തെ 5 കുറവാണ്, -5 × 17 പ്ലസ് ഇവിടെ എത്രയാണ്? 20 കൂടുതലാണ്. അപ്പോൾ 20 × 8 ബൈ എത്ര പേരുണ്ട്? ബൈ 25. സിംപ്ലിഫൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 300 പ്ലസ്, അപ്പോൾ 17 × 5 50, 7 5 35 85 മൈനസ് 85 അല്ലേ? 85 അല്ലേ? 7 35 50 കറക്റ്റ് തന്നെ. പ്ലസ് 20 × 8 160 ബൈ 25. അപ്പോൾ എത്ര? 30 പ്ലസ് 160 75 ബൈ 25. ആൻസർ 30 പ്ലസ് 75 ബൈ 25 3 ആൻസർ 33. 33. കണ്ടോ? ഇത് ഡീവിയേഷൻ മെത്തേഡ്. ഇഷ്ടപ്പെട്ട മെത്തേഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട്, നിങ്ങൾക്ക് ഏതിലാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് പോകാനായിട്ട് പറ്റും എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത ആവറേജിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആവറേജ് ഇപ്പം കൃത്യമായി എല്ലാ പരീക്ഷകൾക്കും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എഴുതുന്ന ഏതൊരു പരീക്ഷ നിങ്ങൾ എടുത്താലും എല്ലാ പരീക്ഷകൾക്കും എന്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്? ആവറേജിൻ്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായി ഫോക്കസ് ചെയ്ത് തന്നെ ആവറേജ് പഠിക്കുക. ആവറേജിൻ്റെ പുതിയ മെത്തേഡുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആവറേജിൻ്റെ പുതിയ മെത്തേഡുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ലൈവ് ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡീവിയേഷൻ മെത്തേഡ്, അതുപോലെ തന്നെ നമ്മൾ ഈ വരച്ച് ചെയ്യുന്ന മെത്തേഡ്. ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ആവറേജിൻ്റെ വേറൊരു ചോദ്യവും നമ്മൾ ചെയ്തായിരുന്നു. ഇത് നമ്മൾ പെർസെൻറ്റേജ് വെച്ചുള്ള ആവറേജ് ആയിരുന്നു. ഇന്ന് തന്നെ ആവറേജിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വരച്ച് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഉണ്ടായിരുന്നല്ലോ. ഇത് കണ്ടില്ലേ? ഇത് നമ്മൾ ആവറേജിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് നമ്മൾ ആവറേജിൻ്റെ ക്വസ്റ്റ്യൻ ഇതിങ്ങനെ വരച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് അഡീഷൻ ഓഫ് ഒബ്സർവേഷൻ ആണെങ്കിലും റിമൂവൽ ഓഫ് ഒബ്സർവേഷൻ ആണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് വേറൊരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പുതിയ മെത്തേഡുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല
പുതിയ കിടിലം മെത്തേഡുകളാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഷോർട്ട് കട്ടുകൾ തന്നെയാണ് കൂടുതലും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആവറേജിൻ്റെ ക്വസ്റ്റ്യൻ, ആവറേജിനൊക്കെ ഒരുപാട് ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതെല്ലാം എന്ത് ചെയ്യാം, വഴിയെ നമുക്ക് ലൈവ് ക്ലാസ്സിലൊക്കെ വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് പറഞ്ഞ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പാർട്ടുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ചോദ്യ പേപ്പർ ഡിസ്കഷനുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ചിരിക്കുക. ഗുഡ് ബൈ, ഓൾ ദി വെരി ബെസ്റ്റ്.